ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ താനൂരിൽ നിന്ന് ഒളിച്ചോടിയ ആ രണ്ട് പെൺകുട്ടികൾ സംഭവം ഇപ്പം എന്തായാലും അവർ സേഫാണ്, അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ രണ്ട് പെൺകുട്ടികൾ ഒളിച്ചോടിയ ഒരു ടൈം തൊട്ടിട്ടുള്ള ഒരു സംശയമാണ് എല്ലാവർക്കും. എന്താണ് ഇവർ ഒളിച്ചോടാനുള്ള കാരണം, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും പൊതുവേ അല്ലേ, നമ്മളെല്ലാവരും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം. ഈ ഒരു സംഭവം നടന്നിട്ടുള്ള എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ട് പെൺകുട്ടികളുടെ കാര്യമെന്ന് പറയുകയാണെങ്കിൽ, ആദ്യം തന്നെ ഈ ഒരു കാര്യം ന്യൂസിൽ വന്ന ടൈമിൽ കൂടുതൽ കമൻറ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് പെൺകുട്ടികളും ലെസ്ബിയൻ ആണ് എന്നുള്ളൊരു കമൻ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ന്യൂസ് തൊട്ടിട്ട് ഈ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ കുട്ടികളെ കണ്ടെത്തുന്നത് വരെയുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത്, അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോയതാണ്, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോയതാണ് എന്നായിരുന്നു ആദ്യ കമൻറ്റ്. ആദ്യ നാൾ തൊട്ടേ വരുന്ന ഒരു ഭൂരിഭാഗം കമൻറ്റ് അത് തന്നെയായിരുന്നു. ഒരു 75% കമൻറ്റ് അത് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നീടാണ് ആ കുട്ടികളെ കണ്ടെത്തിയതിന് ശേഷം ആ ഒരു കമൻറ്റൊക്കെ പതുക്കെ ആളുകൾ മറന്നു തുടങ്ങി. അത്തരത്തിലുള്ള ഒരു കമൻറ്റ് ഒഴിവാക്കി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു കമൻറ്റിലുള്ള ഒരു കാര്യം തള്ളി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളി പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് നമ്മൾ അതുപോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും നൂറ, അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പേരെന്തോ, ആ രണ്ട് പെൺകുട്ടികൾ അല്ലേ, അവരുടെ ഒരു വീഡിയോസും കാര്യങ്ങളും അവർ യൂട്യൂബിലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്, റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെ ലൈഫ് കണ്ടിട്ട് ഇതുപോലെ ആവണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ തങ്ങൾക്കും ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ ഈ ഒരു 2K തലമുറ അല്ലെ. എന്ത് കാര്യമായാലും ഈ ഡ്രഗിന് അഡിക്റ്റ് ആവുന്ന കുട്ടികളാണെങ്കിൽ കൂടി ഒരാളത് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കും അതുപോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുട്ടികളാണ് നമുക്കിടയിൽ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്താഗതി വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കൊരിക്കലും ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആണുങ്ങളില്ലാതെയും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത് ഒരു ആൺകുട്ടികളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രം ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തെ, ഒരു പെൺകുട്ടിക്കും ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടൊക്കെ കഴിയും. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് വെച്ചാൽ, ഒരു പെണ്ണും ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിക്കാം എന്നുള്ള ആ ഒരു തോട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസ് കാണുന്ന പല കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവർ സത്യം പറഞ്ഞാൽ ഈ ഒരു നൂറ അല്ലെങ്കിൽ ആദില അല്ലേ, റൈറ്റ്, ആ ഒരു ആദില എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഇവരുടെ ഒരു ചാനലിലൂടെ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികളുടെയിലേക്ക് എത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു ബാഡ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഇവരുടെ ചാനലിലൂടെ. എന്ന് വെച്ചിട്ട് ഇവർ സ്നേഹിക്കുന്നതും ജീവിക്കുന്നതും ഒരിക്കലും തെറ്റാണെന്ന് പറയുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹോർമോണാണല്ലേ, അതിൽ നമുക്ക് ചിലപ്പോൾ ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നിയില്ല എന്ന് വരാം, നമുക്കൊരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നാം. അതൊക്കെ ഒരു ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് കണ്ട് എനിക്കിതുപോലെ ആവണം എന്ന് കരുതിയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമേ അല്ലാതെ, അത് നമ്മുടെ ഒരു ഉള്ളിൽ തോന്നുന്ന, ഇപ്പോൾ ഒരു വ്യക്തി ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ജെൻഡറായിട്ട് മാറുന്നത് അയാളുടെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും എങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരാണിനാണെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നില്ല, ഒരു പെണ്ണിന് തിരിച്ചൊരാണിനോട് തോന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹോർമോൺ ബാലൻസ് കാരണമാണ്. അതൊരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരിക്കലും അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. കാരണം ഞാൻ അവരെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. കാരണം അവരുടെ ഫീലിങ്സ് എന്താണ് അതിനനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളെ ചതിക്കുന്നില്ല. ഞാനൊരാണായിട്ട് പോലും, അല്ലെങ്കിൽ എനിക്ക് ഒരു ആണിനോട്, ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നാതെ ഞാനൊരു പെൺകുട്ടിയെ വെറുതെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ലൈഫ് നശിപ്പിക്കാതെ താൻ എന്താണോ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ആളുകളെ സത്യം പറഞ്ഞാൽ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും അവരെ കുറ്റം പറയുന്നില്ല. അത് അവരുടെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കാരണം സംഭവിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് വഴി തെറ്റി പോകാനുള്ള ചാൻസ് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. പിന്നെ ആ ഒരു പെൺകുട്ടികൾ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള റീസണാണ്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പോകും. കാരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ ഒരു കുട്ടി ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടി വീട് വിട്ട് ഇറങ്ങാനുള്ള ഒരു മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് എന്താ അറിയോ, ഒരു കുട്ടിയുടെ വീട്ടുകാർ ഭയങ്കര എന്താ പറയുക മതപരമായിട്ട് ജീവിക്കുന്ന ഒരു വീട്ടുകാരാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലായിട്ട് ഡ്രസ്സ് ധരിക്കാൻ, മേക്കപ്പ് ചെയ്യാൻ, മുടി ഹെയർ കട്ട് ചെയ്യാൻ, കളർ ചെയ്യാൻ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവരുടെ വീട്ടുകാർ അതിനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. അവർ വളർന്നു വന്നൊരു ഇതങ്ങനെയാണ്. അവർ വീട്ടുകാർ വളരെ മതപരമായിട്ട് ജീവിക്കുന്ന ഒരു വീട്ടുകാരാണ്. പക്ഷേ ഒരു കുട്ടിക്ക് അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളായിരുന്നു. അതായത് മോഡേണായിട്ട് ജീൻസ് ടോപ്പൊക്കെ ഇടാൻ ഇഷ്ടം, അതായത് മുടി കളർ ചെയ്യാൻ, മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിന് വീട്ടുകാർ സമ്മതിക്കാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയിട്ടുള്ളത്.
ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾക്കിടയിലാണ് ജീവിച്ചു പോകുന്ന ഓരോരുത്തർ. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറയുന്നത് നിസ്സാര ഒരു പ്രശ്നം മതി വീട് വിട്ടിറങ്ങാം. കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എത്ര ഒരു കുഞ്ഞു കുട്ടി LKG UKG 1ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ നിന്ന് അമ്മയായിട്ട് തെറ്റിയിട്ട് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതിയിട്ട് ഫയർ സ്റ്റേഷനിൽ കയറിപ്പോയൊരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത്ര ഉള്ള സ്വന്തം വീട്ടുകാരുമായിട്ട് തെറ്റിയിട്ട് എന്താണ് മക്കൾക്ക് തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യുക. അല്ല മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ കുഞ്ഞു കുട്ടികൾ 5-6 വയസ്സുള്ള കുട്ടികൾ സൂയിസൈഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അങ്ങനെയാണ് ഒരു ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത്. എൻ്റെ വീട്ടുകാർ അതിനെ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഒളിച്ചോടാനുള്ള കാരണം. അതുപോലെ വീട്ടുകാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു, അടിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ആ ഒരു കുട്ടി ഇവർ തമ്മിൽ പോയ ശേഷം, ഈ 2 പെൺകുട്ടികൾ പോയ ശേഷം തന്നെ ആദ്യം ഈ ഒരു പെൺകുട്ടി ചെയ്തത് 10,000 രൂപ വെച്ചിട്ട് മുടി വെട്ടുകയാണ്. ഒന്ന് ചിന്തിച്ചു, 10,000 രൂപ എന്നൊക്കെ പറയുന്നത് അല്ലേ, അന്നത്തെ ഒരാളുടെ ചിലപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഒരു മാസം 10,000 രൂപ പോലും സാലറി കിട്ടുന്നുണ്ടാവില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ആളുകൾ വരെ നമുക്കുണ്ട്. 10,000 രൂപക്ക് മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ അത് ആ ഒരു കുട്ടിയെ നമുക്ക് തെറ്റ് പറയാൻ പറ്റും. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് മുടി ഇങ്ങനെ വെട്ടണം, ഡ്രസ്സ് ഇങ്ങനെ ധരിക്കണം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. പക്ഷെ അതിനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോഴാണ് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറുന്നത്. പിന്നെ ഈ ഒരു മറ്റേ പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ വീടൊക്കെ ജപ്തി ചെയ്തിട്ട് അവരിപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്, അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, പഠിക്കുന്നതിനോ മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിയെ ചീത്ത അറിയുന്നുണ്ടാവും. കാരണം നമുക്കൊരു പ്രതീക്ഷയാണല്ലോ, നമ്മുടെ മക്കൾ പഠിച്ചിട്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിലാക്കാമെന്നുള്ള. ചിലപ്പോൾ ആ ഒരു ഇതിൽ വീട്ടുകാർ നല്ല പഠിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതാണ് ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് ഇറങ്ങി പോരാനുള്ള ഒരു ഇത് തോന്നിയത്. എന്താണല്ലേ ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൊള്ള എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ MDM പലതരത്തിലുള്ള മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം ഒന്നാമത് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും നമ്മുടെ അധ്യാപകരെ ഒരു പേടിയില്ല അല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം നമുക്ക് അവരുടെ അടി കിട്ടും, നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നേരം വൈകിട്ട് വന്നാൽ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ അല്ലേ അതിന് കറക്റ്റായിട്ടുള്ള റീസൺ പറയണം. എന്താണെന്നാലും ലീവ് എടുത്ത്, അല്ലെങ്കിൽ ലീവ് ലെറ്റർ എഴുതി വരിക, അല്ലെങ്കിൽ നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അടി കിട്ടും എന്നുള്ള ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. നമ്മൾ ചിലപ്പോൾ അടി കിട്ടുമെന്ന് കരുതിയിട്ട് വരെ ക്ലാസ് ലീവാക്കിയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവർ പേടി ഉണ്ടായിരുന്നു നമ്മുടെ ടീച്ചേഴ്സിന്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതിലൊരിക്കലും തെറ്റ് പറയുന്നില്ല. പക്ഷേ ആ ഒരു ഫ്രണ്ട്ലിക്കിടയിൽ അവർക്കുള്ള ആ ഒരു പേടി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വടി വാങ്ങി വെച്ചതോടുകൂടി ആ ഒരു കുട്ടികൾക്ക് എല്ലാം പേടി നഷ്ടപ്പെട്ടു. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാരൻസിനെ പേടിയില്ലെങ്കിൽ കൂടി ടീച്ചേഴ്സിനെ പേടിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പേടി പോയി. എന്ന് ടീച്ചർമാരെ കയ്യിൽ നിന്ന് വടി പോയോ അന്ന് തൊട്ട് നമ്മുടെ കുട്ടികൾ മോശം രീതിയിലേക്ക് പോകാൻ തുടങ്ങി. ഇനി നമ്മൾ പാരൻസിനും കൂടി നമ്മൾ കുട്ടികളെ തല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ എന്താവും. സത്യം പറഞ്ഞാൽ നമ്മൾ ലോകാവസാനമായി എന്നൊക്കെ പറയണില്ലേ, സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെ കയ്യിൽ നിന്നും കൂടി ആ ഒരു വടി വാങ്ങിച്ചാൽ നമ്മളെങ്ങനെ ലോകാവസാനം നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാവുക അറിയാം. നമ്മൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊന്നിട്ട് ലോകം അവസാനിക്കും, അതായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ വീട്ടുകാർ നമ്മുടെ പാരൻസൊക്കെ നമ്മളെ അടിക്കുന്നത് ചീത്ത പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ തലയിൽ കയറുന്നില്ല. നമ്മൾ അടിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ മനുഷ്യാവകാശം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ പാരൻസാണ്, നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നവരാണ്. അവർ നമ്മളൊരു വടിയെടുത്ത് അടിച്ചെന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ മോശം രീതിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ കുട്ടികൾ നന്നാവണം എന്ന് കരുതിയിട്ടല്ല ഒരു പാരൻസ് അടിക്കുള്ളൂ. ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കാര്യമൊന്നുമല്ലാട്ട് പറയുന്നത്. നമ്മുടെ മക്കൾ നന്നാവണം എന്ന് കരുതിയിട്ട് നമ്മൾ സ്നേഹത്തോടെ അവരെ അടിക്കുന്ന ഓരോ അടികളും, അതായത് അവർ നന്നാവണം, മോശം രീതിയിലേക്ക് പോകരുത് എന്ന് കരുതിയിട്ട് അവരടിക്കുന്ന അടികളൊന്നും ഒരിക്കലും തെറ്റല്ല. അവർ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചിന്താഗതി വരാൻ കാരണം അവർ കാണുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അതങ്ങനെയാണ്. അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ലൈഫുകൾ അങ്ങനെയാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നു, ആരെ ശല്യമില്ലാതെ, അത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകളാണ് ഇത്തരത്തിലുള്ള ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഈ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി ഒരു ഇൻസ്റ്റാഗ്രാമിൽ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, പറയുന്നത് ചാറ്റിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിയും ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ 2 പെൺകുട്ടികൾ, ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്താണെന്ന് ഒന്നും അവർക്കറിയില്ല. ജസ്റ്റ് ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ള ഒരു ചാറ്റിങ് മാത്രമേ ഉള്ളൂ. ഈ ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ, ഈ 17-18 വയസ്സ്, അവർ പറയുന്നു 18 വയസ്സ്, പാരൻസ് പറയുന്നു 16-17 വയസ്സ്, ഇവരെ കൂടെ പോയി. 2 പെൺകുട്ടികളാണെന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പയ്യനും ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം അച്ഛനെയും സഹോദരനെയും ഇല്ലേ അമ്മയെയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലങ്ങളാണ്. അപ്പോൾ ഈ ആരാണ് എന്താണെന്നൊന്നും അറിയാത്ത ഈ ഒരു പയ്യൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ആ ഒരു കുട്ടികളുടെ അവസ്ഥ, അവരെന്ത് സേഫ്റ്റി ഉറപ്പിച്ചിട്ടാണ് ആ ഒരു പയ്യൻ്റെ കൂടെ ഒക്കെ പോകാൻ ഇവർ തീരുമാനിച്ചത്.
അപ്പോൾ ഇത്രയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു ചിന്താഗതി നഷ്ടപ്പെട്ടു എന്ന് വേണം തന്നെ പറയാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതെന്താണെന്ന് പോലും ചിന്തിക്കുന്നില്ല. അവർ പറയുന്നു അവർക്ക് പക്വത ആയിട്ടുണ്ട്. ഇതാണോ പക്വത മക്കളെ? ഒരു ആരെന്ന് പോലും അറിയാത്ത ഒരു പയ്യൻ്റെ കൂടെ ഇത്രയും ബോംബെ വരെയൊക്കെ ഒന്ന് പോകാന്നൊക്കെ പറയുന്നത്, അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കാമായിരുന്നു. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളൊന്നും സംഭവിക്കാതെ ഇപ്പോൾ സേഫായിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അന്യൊരു നാട്ടിലൊക്കെ പോകുമ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ അത്ര ഒന്നും സുരക്ഷിതരല്ല. നമ്മൾ ആദ്യമൊക്കെ പറയുന്നതാണ് നമ്മുടെ കേരളത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഓരോ സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലായാലും വലിയൊരു സുരക്ഷിതയിൽ നമുക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റുമോ, രാത്രി ആയാലും പകലായാലും ഒരു ഇടവഴിക്ക് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലും ഇല്ല. അപ്പോൾ ഒരു മുംബൈയിലൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ പോയി പെട്ട് കഴിഞ്ഞാലും ചിന്തിച്ച് നോക്കും, ഫുള്ള് ബംഗാളികളും തിക്കി തിരക്കായിട്ട് നടക്കുന്ന ഒരു സ്ഥലം. അവിടെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അറിയുമോ? എന്തോ ആ ഒരു കുട്ടികളുടെ ഭാഗ്യം കാരണം തിരിച്ചു വന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കുട്ടികളുണ്ടല്ലോ, അവരെ നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ പരമാവധി നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജോലിക്കും നമ്മൾ മറ്റുള്ള കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ അവരെന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ അവർ ഏത് തരത്തിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മളൊരു കുട്ടിക്ക് ഫോൺ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാത്ത മക്കൾ കുറവാണല്ലേ. കുഞ്ഞ് പ്രായം തൊട്ടിട്ട് എല്ലാ മക്കൾക്കും ഫോൺ യൂസ് ചെയ്യാനുള്ള ഫോണിൻ്റെ ഫുൾ ABCD വരെ അറിയാം. നമുക്കൊന്നും അറിയുന്നത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്താണ് ഫോൺ ഇത്രയും ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം. അപ്പോൾ അവരത് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾ എന്തൊക്കെ ആപ്പുകളാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നത് കൂടി ഫോൺ കൊടുക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവും നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല, എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസമാണ് അല്ലേ. എന്തൊരു തെറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും എൻ്റെ മക്കളതിൽ പോയി പെടില്ല, ഞാനടക്കം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മകളത് ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മകനത് ചെയ്യില്ല എന്ന്. പക്ഷേ ഇങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ പാരൻസിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അടികൾ കിട്ടിയിട്ടുള്ളത്. അപ്പം അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കുട്ടി ഫോണിൽ കളിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സെർച്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കണ്ടിട്ടുള്ളത്, അഥവാ എന്തെങ്കിലും ഡിലീറ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക. അവരെ വിളിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ചോദിക്കുക, എന്താണ് മോളെ ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ മോനെ ഡിലീറ്റ് ചെയ്തത്, ഉമ്മയോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി അവരെ നമ്മളിങ്ങനെ പരമാവധി അവരെ കൺട്രോൾ ചെയ്തിട്ട് നിർത്തുക. എന്ന് വെച്ചിട്ട് അവർ ഫ്രീഡം ഇല്ലാതാക്കുക എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ അവരെ കൺട്രോൾ നിർത്തി കഴിഞ്ഞാലാണ് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു മക്കൾ 2K എന്ന് പറയുന്ന ഒരു മക്കളുടെ പോക്കെന്ന് പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല അവരെന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി പാരൻസ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കാണിക്കേണ്ടത് നമ്മൾ പാരൻസ് തന്നെയാണ്.